എൻ്റെ പേര് ജ്യോതിസ് മരിയ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് മെയ് 7 തീയതി 2022 ഞാനൊരു നേഴ്സാണ്. 2014 മുതൽ ഞാൻ 8 പ്രാവശ്യം OET, IELTS, PTE എല്ലാ എക്സാമുകളും എഴുതി. പക്ഷേ എനിക്ക് പുറത്തു പോകാനുള്ള സ്കോറ് ഒരു എക്സാമിനും കിട്ടിയിരുന്നില്ല. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ ജോലി ചെയ്യുമായിരുന്നു. ഞാൻ ഈ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ നാട്ടിൽ വന്നു. ആ സമയത്ത് കൊറോണ വന്ന് എല്ലാം ലോക്ക്ഡൗൺ ആയി. എൻ്റെ ഹസ്ബൻഡ് ഒരു നേഴ്സാണ്, എങ്കിലും ആൾ ഒരു ഫുട്ബോൾ കോച്ചിൻ്റെ ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കൊറോണ വന്ന സമയത്ത് അക്കാഡമികളും സ്കൂളും എല്ലാം അടച്ചതുകൊണ്ട് ആൾക്കും ജോലി ചെയ്യാൻ പറ്റാതെ ഞങ്ങൾ നാട്ടിൽ തന്നെ നിന്നുപോയി. അങ്ങനെ ഒരു എക്സാം എഴുതി പാസ്സാവാൻ പറ്റാതെ നല്ല വിഷമമായിരുന്നു. എക്സാം എഴുതാൻ ഒന്നിലും പാസ്സാവാൻ കഴിയാഞ്ഞതുകൊണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ പിന്നെയും കുഞ്ഞിൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം പിന്നെയും എക്സാമിന് ബുക്ക് ചെയ്തു. അങ്ങനെ ഞാൻ മെയ് 14 തീയതി എക്സാമിന് ബുക്ക് ചെയ്തു 2022. അപ്പം ഞാനിങ്ങനെ വെറുതെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പം കൃപാസനത്തെക്കുറിച്ച് കണ്ടു. നേരത്തെ തന്നെ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെങ്കിലും ഈ ഉടമ്പടി എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അതിനോടൊരു താല്പര്യം തോന്നിയില്ല. അങ്ങനെ ഞാൻ അത് വേണ്ടെന്ന് വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ഞാൻ യൂട്യൂബിൽ കണ്ടത്. അന്ന് നല്ല മഴയുള്ളൊരു ദിവസം, ഹസ്ബൻഡ് വീട്ടിലില്ല, ഞാനും കൊച്ചുമുണ്ട്, അമ്മയും അച്ഛനും ഉണ്ട്. ഞങ്ങൾ റൂമിൽ കിടന്നപ്പം ഭയങ്കരമായിട്ട് ഇടി കുലുങ്ങി. എനിക്ക് ഭയങ്കര ഒരു പേടി തോന്നി. എനിക്ക് ഇടി കുലുങ്ങുന്നത് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കണ്ടിട്ട് കടന്നതുകൊണ്ട് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത്, പ്രത്യക്ഷീകരണ മാതാവേ ഇതൊന്ന് ഇടിയൊന്ന് കുറച്ച് തരണം, എനിക്ക് ഭയങ്കര പേടിയാണ് എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലോടി വന്നത്. എന്തായാലും അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇടിയും മഴയും അങ്ങ് നിന്നു. അത് എൻ്റെ മനസ്സിൽ വല്ലാതെ അങ്ങ് സ്പർശിച്ചതുപോലെയായി. ഞാനത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് എന്തായാലും ഒന്ന് കൃപാസനത്തിൽ വരണം എൻ്റെ എക്സാമിന് മുമ്പ്. ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അന്ന് എനിക്ക് അറിയാമായിരുന്നത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ഉടമ്പടി എടുക്കാൻ പറ്റുന്നത് എന്നാണ്. പക്ഷേ അന്ന് ചൊവ്വാഴ്ച വരാൻ പറ്റാഞ്ഞതുകൊണ്ട് ഞങ്ങൾ ശനിയാഴ്ച വന്നു. ഞാൻ ശനിയാഴ്ച ഇവിടെ വന്നപ്പം എൻട്രൻസിൽ കാണുന്നത് ഉടമ്പടി അന്വേഷണങ്ങൾ എന്ന് പറഞ്ഞൊരു ഡെസ്ക്കാണ് കാണുന്നത്. അവിടെ വന്ന് അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അടുത്ത കൗണ്ടറിൽ ചെല്ല്. അങ്ങനെ ഞാൻ പള്ളിക്കകത്ത് ഇവിടെ കയറുന്നതിന് മുമ്പ് തന്നെ ഉടമ്പടി എടുത്ത് ഇവിടെ വന്നു. അച്ഛനെ കാണാൻ അന്ന് എനിക്ക് പറ്റി. കാരണം ഞാൻ 14 തീയതി ഡേറ്റ് ബുക്ക് ചെയ്തിരുന്നത് കൊണ്ട് അച്ഛനെ കാണാനുള്ളൊരു അവസരം എനിക്ക് കിട്ടി. അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര ഒരു സമാധാനം. അച്ഛനെയൊക്കെ കണ്ട് പ്രാർത്ഥിച്ചു, എന്തായാലും ഈ പ്രാവശ്യം എക്സാം എഴുതിയാൽ പാസ്സാവും. ഉടമ്പടിയൊക്കെ എടുത്തു. എല്ലാം കൃത്യമായിട്ട് തന്നെ ഉടമ്പടിയെല്ലാം പാലിച്ചു. എക്സാമിൻ്റെ റിസൾട്ട് ഈ ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കസിൻ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ന്യൂസിലൻഡിലാണ്. ന്യൂസിലൻഡിൽ ഒരു പുതിയ നിയമം വന്നിട്ടുണ്ട്, ഒരു പുതിയ വിസ, ക്രിട്ടിക്കൽ പർപ്പസ് വിസ എന്ന് പറഞ്ഞൊരു വിസ വന്നിട്ടുണ്ട്. അതിൻ്റെ കാലാവധി കഴിയാറായി. ജൂലൈ 31 കൊണ്ട് അതിൻ്റെ കാലാവധി കഴിയും. അതിനു മുമ്പ് അപ്ലൈ ചെയ്ത് വിസ കിട്ടുവാണെങ്കിൽ ഇവിടെ വരാം, IELTS ഒക്കെ അവിടെ വന്നിട്ട് പാസ്സായാൽ മതി എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ അതിനും അപ്ലൈ ചെയ്തിട്ടു. അതിന് അപ്ലൈ ചെയ്യുമ്പോഴും എൻ്റെ ഒരു വിശ്വാസം, ഞാനിവിടെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്തതല്ലേ, ഞാൻ IELTS ഈ പ്രാവശ്യം പാസ്സാവും എന്നുള്ളൊരു ധൈര്യമായിരുന്നു. എന്തായാലും 14 തീയതി ഞാൻ IELTSൻ്റെ എക്സാം എഴുതി. റിസൾട്ട് വന്നപ്പം എനിക്ക് ആ IELTSൻ്റെ എക്സാമിന് പാസ്സാവാൻ കഴിഞ്ഞില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത വേദനയായി. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി, എന്നിട്ട് പോലും എനിക്ക് പാസ്സായി ഒന്ന് പുറത്തു പോകാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ ഒരു സാക്ഷ്യം IELTS പാസ്സാവുക എന്നതായിരുന്നു. എങ്കിലും എൻ്റെ മനസ്സിലെ വേദന ഇതായിരുന്നു, ഞാൻ ഇപ്പോൾ IELTS എഴുതി പാസ്സായെങ്കിൽ പോലും കുറേ നാളുകൾ എടുക്കും ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് കഴിഞ്ഞ് എനിക്കൊന്ന് വിദേശത്ത് പോകണമെങ്കിൽ. അത്രയും നാളും ജോലിയില്ലാതെ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ്യതകളുണ്ട്. എല്ലാം കൊണ്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ ഇവിടുന്ന് പോയി 3ാമത്തെ ദിവസമാണ് ഈ ചേച്ചി ഇത് വിളിച്ച് പറയുന്നത്. ഞാൻ എന്തായാലും അതിന് അപ്ലൈ ചെയ്തു. അന്നേരമാണ് റിസൾട്ട് വരുന്നത്. എനിക്ക് IELTS പാസ്സാവാൻ കഴിഞ്ഞില്ല. അപ്പം ഞാൻ
ബൈബിൾ എടുത്ത് തുറന്നിട്ട് ഞാൻ പറഞ്ഞു, ഈശോയെ എന്നെക്കുറിച്ച് നിനക്ക് എന്താണ് പദ്ധതി എന്ന് ഈ ഒരു തിരുവചനത്തിലൂടെ എനിക്കൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് ഞാനൊരു വചനം എടുത്തു. അതിതായിരുന്നു, ദാനിയേലിൻ്റെ 10-ാം അധ്യായം 18-19 വാക്യങ്ങളായിരുന്നു. അതിങ്ങനെയായിരുന്നു: മനുഷ്യരൂപമുണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ചു, എനിക്ക് ശക്തി പകർന്നു. പ്രിയപ്പെട്ട മനുഷ്യ, നീ ഭയപ്പെടേണ്ട, ശക്തനും ധീരനുമായിരിക്കുക എന്നൊരു വചനമായിരുന്നു എനിക്ക് കിട്ടിയത്. ആ വചനത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചു. ഉടമ്പടി പ്രാർത്ഥനകൾ മുടക്കാതെ ചൊല്ലി ഞാൻ ജൂൺ 4-ാം തീയതി എൻ്റെ ഇൻ്റർവ്യൂ, ന്യൂസിലൻഡിൽ കൊടുത്ത ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഒരു മലയാളി സാറാണ് എനിക്ക് ഇൻ്റർവ്യൂ നടത്തുന്നത്. ഈ ഇൻ്റർവ്യൂ നടത്തുമ്പം ആ സാറ് ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് മലയാളത്തിൽ ഒന്നും കൂടെ എനിക്ക് തർജ്ജിമ ചെയ്തു തരും, എന്താണ് ആ ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്നുള്ളത്. എന്തായാലും ഞാൻ ഇൻ്റർവ്യൂ വളരെ ഭയത്തോടെ തന്നെ അറ്റൻഡ് ചെയ്തു. അവസാനം ആ സാറ് പറഞ്ഞു, നിങ്ങൾക്ക് മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹമുണ്ട്. കാരണം വേറൊരാൾ ഇൻ്റർവ്യൂ നടത്തിയിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിൽ പാസ്സാവത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥന കാരണം മാതാവ് എന്നെ നിയോഗിച്ചിരിക്കുകയാണ് നിങ്ങളെ ഇൻ്റർവ്യൂ നടത്താൻ എന്ന് ആ സാറ് പറഞ്ഞു. എന്തായാലും എൻ്റെ മാതാവിന് എന്നെക്കുറിച്ചുള്ള ഒരു കരുതലായിരുന്നു അവിടെ ഞാൻ കണ്ടത്. ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. ജൂൺ 4-ാം തീയതി ഇൻ്റർവ്യൂ പാസ്സായി. വിസ ആപ്ലിക്കേഷൻസ് എല്ലാം കൊടുത്തു. അതിനിടയ്ക്ക് എൻ്റെ പാസ്പോർട്ടിൻ്റെ വെരിഫിക്കേഷന് PCCക്ക് പോകുന്ന സമയത്താണ് ഞാൻ കണ്ടത് എൻ്റെ കുഞ്ഞ് പാസ്പോർട്ടിൽ പേന വെച്ച് വരച്ചിരിക്കുന്നു. അവിടെ ചെന്ന് PCCക്ക് കൊടുക്കാൻ നേരത്ത് ഇത് കാണുമ്പം അവിടെ ഉദ്യോഗസ്ഥർ പറഞ്ഞു, ഈ പാസ്പോർട്ടും കൊണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല, അവർ നിങ്ങളെ തിരിച്ചു വിടും. അതുകൊണ്ട് ഇത് എന്തായാലും മാറ്റിയിട്ടേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ആ സമയം ഞാൻ PCCക്ക് ആപ്ലിക്കേഷൻ അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്നു, മെഡിക്കലിന് അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്നു. ഇതിനെല്ലാം പോകണമെങ്കിൽ ഈ പാസ്പോർട്ട് വേണം. എന്തായാലും പെട്ടെന്ന് തന്നെ തൽക്കാലിൽ ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തു. അന്നൊരു ദിവസം 3 മണിക്കാണ് എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടുന്നത്. പിറ്റേന്ന് രാവിലെ 10 മണിയായപ്പം എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടി. മാതാവ് അവിടെയും എന്നെ ഒരുപാട് അനുഗ്രഹിച്ചു. ഞങ്ങളത് വിസയ്ക്ക് കൊടുത്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് വിസ കിട്ടി. 27-ാം തീയതി ജൂൺ 27-ന് എനിക്ക് വിസ എൻ്റെ കയ്യിൽ കിട്ടി. 28-ന് ഞാൻ ഇവിടുന്ന് ന്യൂസിലൻഡിലേക്ക് പോയി. അവിടെ ചെന്നു. എനിക്ക് അവിടെ അന്നേരം പുതിയൊരു നിയമം വന്നിരുന്നത്, ഈ ജൂലൈ 31-ന് മുമ്പ് ഞാൻ ന്യൂസിലൻഡിൽ എത്തിയിരുന്നെങ്കിൽ എനിക്ക് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാമെന്ന് ഒരു ഇതുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ അപ്ലൈ ചെയ്തു. എനിക്കും എൻ്റെ കൊച്ചിനും ഹസ്ബൻഡിനും വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. 4 മാസത്തിനുള്ളിൽ അവിടെ ന്യൂസിലൻഡിൽ എനിക്ക് റെസിഡൻസി കിട്ടി. ഈ ചെയ്ത സമയങ്ങളിലെല്ലാം മാതാവ് എനിക്ക് വേണ്ടി എൻ്റെ ചേച്ചിയും ചേട്ടനെ അവിടെ ഒരുക്കി നിർത്തിയിരുന്നു. എനിക്ക് ഒരു ബുദ്ധിമുട്ട്, ഞാൻ ഇവിടുന്ന് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തപ്പം മുതൽ, വിസയ്ക്ക് കൊടുത്തപ്പം മുതൽ ഒരു ഏജൻറ്റിൻ്റെയും വഴിയല്ല ഞാൻ ആ വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. ആ ചേച്ചിയും ചേട്ടനും എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ അവിടെ ചെന്ന് അവിടെ സെറ്റിലാവുന്നത് വരെ എല്ലാ കാര്യത്തിനും അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്താവശ്യമുണ്ടെങ്കിലും അവരോടൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാവുന്ന പോലെ അവർ ചെയ്തു തരും. അതായത് എനിക്ക് മാതാവ് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മാതാവ് അവരിലൂടെ എനിക്ക് ഒരുക്കി തന്നു. അങ്ങനെ ഞാൻ അവിടെ ജോലിക്ക് കയറി. ഇപ്പം 5 മാസം കഴിഞ്ഞു, 6-ാം മാസമാണിത്. അതിനിടയ്ക്ക് എനിക്ക് നാട്ടിൽ വരാൻ പറ്റി. പിന്നെ ഞാനൊരു നിയോഗം വച്ചിരുന്നത് എൻ്റെ അനിയത്തിയുടെ കല്യാണം, എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയുടെ കല്യാണം, അതിങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ കുറച്ച് നാൾ നീട്ടി വെച്ചിരുന്നു. അവസാനം ഒരു ഡേറ്റ് പറഞ്ഞത് ജനുവരി മാസം നടത്താമെന്നാണ്. അപ്പോഴും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കാരണം ഞങ്ങൾക്ക് നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നൊരു വേദനയുണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. മാതാവിനെ മുറുകെ പിടിച്ചു, മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. എൻ്റെ ഒരു നിയോഗമായിരുന്നു അത്. മാതാവെ, പറഞ്ഞ ഡേറ്റിൽ തന്നെ ആ കല്യാണം നടത്താൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കണം എന്നുള്ളത്. ഈ ജനുവരി 7-ാം തീയതി എൻ്റെ അനിയത്തിയുടെ കല്യാണമായിരുന്നു. ഏറ്റവും നന്നായിട്ട് തന്നെ അത് നടത്താൻ ഞങ്ങളെക്കൊണ്ട് സാധിച്ചു. ഈ 5 മാസമായുള്ളൂ ഞാൻ പോയിട്ടെങ്കിലും ആ കല്യാണത്തിൽ കൂടാനും എനിക്ക് സാധിച്ചു. ഇനി ഞങ്ങൾ ഈ 1-ാം തീയതി, ഫെബ്രുവരി 1-ാം തീയതി ഞാനും കൊച്ചും ഹസ്ബൻഡും ന്യൂസിലൻഡിന് പോവുകയാണ്. അതിനിടയ്ക്ക് ഓരോ ചെറിയ കാര്യങ്ങൾക്കും മാതാവ് എനിക്ക് കൂട്ടുനിന്നു. എൻ്റെ ഓരോ ആവശ്യങ്ങൾക്കും മാതാവെ, ഞാൻ ഇന്ന ആവശ്യത്തിന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ ആവശ്യത്തിനും മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ കരുതിയിട്ട് പോയി. എല്ലാ കാര്യങ്ങളും ഒരു ബുദ്ധിമുട്ടും കൂടാതെ എനിക്ക് നടത്തി തന്നു. ഞാൻ 1 മാസമായി നാട്ടിൽ വന്നിട്ട്. അതിനിടയ്ക്ക്
ആകെപ്പാടെ 6 ദിവസമാണ് ഞാൻ ഡ്രൈവിങ്ങിൻ്റെ ക്ലാസ്സിന് പോയത്. ഇന്നലെ എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ആയിരുന്നു. ഇന്നലെ മിനിങ്ങാന്ന് എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ആയിരുന്നു. അതിലും ഒറ്റ ചാൻസിൽ തന്നെ മാതാവ് എനിക്ക് പാസ്സാക്കി തന്നു. കാരണം വണ്ടി ഓടിക്കാൻ ഒത്തിരി പേടിയുള്ള ഒരാളാണ്. വണ്ടിയിൽ ഇരിക്കാൻ പേടിയുള്ള ഒരാളായതുകൊണ്ട് ഡ്രൈവിങ്ങിന് പോകാതിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ പ്രാവശ്യം വന്നു മാതാവിനെല്ലാം സമർപ്പിച്ചു. മാതാവ് എനിക്ക് എല്ലാ കാര്യങ്ങളും നടത്തി തന്നു. അതുപോലെ തന്നെ ഈ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് വീട്ടിൽ പോയി ഒരാഴ്ചയ്ക്കുള്ളിൽ കുഞ്ഞ് രാത്രി കിടന്നപ്പോൾ കട്ടിലേൽ നിന്ന് താഴെ വീണ് ഒരു 2-3 ദിവസങ്ങളിൽ രാത്രി ഭയങ്കര കരച്ചിലായിരുന്നു. ഞങ്ങൾ എത്ര എടുത്തുകൊണ്ട് നടന്നിട്ടും ഭയങ്കര കരച്ചിൽ, വാ വിടാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് പ്രാർത്ഥിച്ചു. എന്നിട്ടൊന്ന് അവസാനം ഞാൻ മാതാവിൻ്റെ തൈലം എടുത്ത് നെറ്റിയെ തേച്ചിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞിൻ്റെ കരച്ചിൽ കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, മാതാവ് എന്താണെന്ന് ചെയ്യുക. എന്നിട്ട് ഞാൻ മാതാവിൻ്റെ ആ പുസ്തകം എടുത്ത് അരികെ വെച്ചിട്ട് കൊച്ചിനെ കട്ടിലേ കിടത്തി. അതിൽ പിന്നെ ആ കൊച്ചിൻ രാത്രികളിൽ നല്ല സുഖമായിട്ട് ഉറങ്ങി. അങ്ങനെ മാതാവ് ഓരോ നിമിഷവും അന്ന് മുതൽ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഓരോ നിമിഷവും എന്നെ മാതാവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും മാതാവ് എൻ്റെ കൂടെ, എന്താവശ്യത്തിന് ഞാൻ വിളിച്ചാലും മാതാവ് എൻ്റെ കൂടെയുണ്ട്. എന്നെക്കുറിച്ച് മാതാവിന് ഒരു കരുതലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയ ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞു പോയ കുറേ നാളുകൾ. മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിൻ്റെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. വിശുദ്ധ ഗ്രന്ഥത്തിൽ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം തിരുവചനം. ജ്യോതിസ് മരിയ IELTS എഴുതി, OET എഴുതി, PET എഴുതി, PTE എഴുതി, അങ്ങനെ പല എക്സാം മാറി എഴുതുകയാണ്. എന്നിട്ടൊന്നും അതിൽ വിജയിക്കുവാനാകുന്നില്ല. അങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക. ഉടമ്പടി എടുത്ത് IELTS എഴുതിയിട്ടും പാസ്സായില്ല. അപ്പോഴാണ് നാം ഇപ്പോൾ കേട്ട തിരുവചനം, നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ നാം വിചാരിക്കുന്ന വഴികളല്ല ഉടമ്പടിയുടെ വഴികൾ. ഉടമ്പടിയിലൂടെ പുതിയ വഴികളാണ് നമുക്ക് മുൻപിൽ തുറക്കുക. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തിട്ടും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടും ഉടമ്പടി പ്രകാരമൊക്കെ ജീവിച്ചിട്ടും എനിക്ക് പാസ്സാകാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ഈ മകള് അങ്ങനെ ഒരു നിമിഷം അമ്മയോട് അങ്ങനെ ഒന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോഴാണ് പുതിയ ഒരു നിയമം തന്നെ ഉണ്ടാവുക. അങ്ങനെ ഈ മകൾ ന്യൂസിലൻഡിൽ കുറച്ച് മാസത്തേക്കുണ്ടായ ആ നിയമത്തിൻ്റെ ബലം പിടിച്ച്, അതായത് ആ നിയമം ഈ മകൾക്ക് അമ്മയുണ്ടാക്കി കൊടുത്തതാണ്. അങ്ങനെ പുതിയ വഴികൾ തുറന്ന് IELTS ഇല്ലാതെ തന്നെ ഈ മകൾ ന്യൂസിലൻഡിൽ എത്തുകയാണ്. അതെല്ലാം ഇവിടെ വിവരിച്ച് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് മുൻപിൽ വഴികളൊക്കെ അടഞ്ഞു എന്ന് തോന്നും. എന്നാൽ ഉടമ്പടിയുടെ ജീവിതം നയിക്കുന്ന മക്കൾക്ക് മുൻപിൽ പുതിയ വഴികൾ തുറക്കുന്ന പരിശുദ്ധ അമ്മയെയാണ്, അമ്മയുടെ മധ്യസ്ഥമാണ് നമുക്ക് കാണുവാൻ കഴിയുക. അങ്ങനെ ഈ മകൾ അവിടെ എത്തുന്നതും അതിനുശേഷം മലയാളത്തിൽ ഇൻ്റർവ്യൂ ന്യൂസിലൻഡിൽ ചെയ്യുന്നു. അതൊക്കെ നാം ഇപ്പോൾ കേട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ എവിടെ, ഏത് സാഹചര്യത്തിലാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക, നമ്മോടൊപ്പമായിരിക്കുക, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പമായിരിക്കുക എന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതികളിലാണ്. അതിനുശേഷവും ഈ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായ പല തടസ്സങ്ങളും എല്ലാം അമ്മ എടുത്തു മാറ്റുകയാണ്. പാസ്പോർട്ടിലൊക്കെ ഉണ്ടായ മോള് അറിയാതെ ചെയ്ത ഓരോ കാര്യങ്ങൾ, അതുമൂലം വരാമായിരുന്ന തടസ്സങ്ങൾ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അമ്മയുടെ കൃപകൾ ഒന്ന് മാത്രമാണ്, യേശുവിൻ്റെ കൃപകൾ ഒന്ന് മാത്രമാണ് നമുക്ക് ഈ സാക്ഷ്യത്തിൽ കാണുവാൻ കഴിയുക. ഇവിടെയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. അതുപോലെ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളായ ടൈം ഷോർട്ടനിങ്, ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ഇതൊക്കെ നമുക്ക് ഈ സാക്ഷ്യത്തിൽ കാണുവാൻ കഴിയും. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ